സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സർ, വി ഡി സതീശൻ എന്ന ജനകീയനായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ സർക്കാർ ഇതാ ഉണ്ടാക്കാൻ പോകുന്നു. ഇന്നിപ്പോൾ UDF ഘടകകക്ഷികളുമായുള്ള മീറ്റിംഗ് ഉടനെ ആരംഭിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുകയാണ്. സർ, ലീഗ് എന്ന ഘടകകക്ഷി കഴിഞ്ഞ 10 കൊല്ലം ഭരണത്തിലില്ലാത്ത ലീഗ് ഭരണത്തിൽ വന്നാൽ യഥാർത്ഥ ജമായത്തിനെ, അതായത് ജമായത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് പറയേണ്ട കാര്യമില്ല, ഈ ജമാഅത്തിന്റെ തനി സ്വഭാവം ലീഗ് കാണിക്കും എന്ന് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയക്കാർ പറയുന്നതാണോ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? വെള്ളാപ്പള്ളിയെ കുറ്റം പറഞ്ഞ, സുകുമാരൻ നായരെ കുറ്റം പറഞ്ഞ സതീശൻ എങ്ങനെയായിരിക്കും ഇവരോട് പെരുമാറാൻ പോകുന്നത്? അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ ഇനി പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോഴേ നമ്മൾ അതിനെ ആ രീതിയിൽ കാണേണ്ടതുണ്ടോ എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. ഇപ്പോ സ്വാഭാവികമായിട്ടും ഈ 5 മന്ത്രിമാരെന്നുള്ളത് അവർ കീഴ്വഴക്കമായിട്ട് സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഉപയോഗിക്കും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്ന അതേ പ്രാതിനിധ്യം ഇപ്പൊ കിട്ടാൻ വേണ്ടി അവർ ശ്രമിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഈ ഒരു മന്ത്രിസഭ അധികാരത്തിൽ ഏറുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു കേട്ടിരുന്ന ആ ഒരു നറേറ്റീവിന് ഒരു വല്ലാത്ത പ്രാധാന്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. കാരണം അത് ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സംഭവിക്കാൻ പോകുന്നതിന്റെ ഗുണം ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങളും വളരെ വലുതായിരിക്കും. ഒരു കമ്മ്യൂണൽ ലെവലിൽ ഒരു ഡിവൈഡ് കേരളത്തിൽ സംഭവിക്കും. അപ്പൊ അതെനിക്ക് തോന്നുന്നു അതിനെ ആ രീതിയിൽ ഇപ്പോഴേ കാണേണ്ട കാര്യമില്ല. ഈ 5 മന്ത്രിമാരെന്നുള്ള ഒരു സംഗതി അവർക്ക് ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മാറിയ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം LDF മിനിസ്ട്രി മാറിയിട്ട് UDF മിനിസ്ട്രി വന്നു എന്നാണ് നമ്മൾ അതിന്റെ മാറിയ സാഹചര്യത്തിൽ കാണേണ്ടത്. പിന്നെ മറ്റൊന്ന്, ലീഗ് വളരെ ഒരു സുരക്ഷിതമായ രീതിയിലാണ് അവരുടെ നീക്കങ്ങൾ. കാരണം ഈ ഒരു ആരോപണം തങ്ങൾക്കെതിരെ ഉണ്ടാകും എന്നുള്ള ഒരു മുൻ ധാരണ ലീഗിനുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ലീഗ് വളരെ ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നതും പ്രകോപനപരമായിട്ടുള്ള പിന്നെ ഈ പ്രതികരണങ്ങളൊക്കെ പല ഭാഗത്തു നിന്നുണ്ടായിട്ടും ലീഗ് വളരെ മിതത്വം പാലിക്കുകയും കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഇനി കേരളം ലീഗ് ഭരിക്കുമെന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ആൾക്കാർ അവിടെ പ്രകടനം നടത്തിയുണ്ടായി. ഉടനെ തന്നെ ആ കമ്മിറ്റിയെ പിരിച്ചുവിടുകയോ നടപടിയെടുക്കുകയോ ചെയ്തത് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്. കാരണം ഇത് അവരുടെ കൂടെ ഉത്തരവാദിത്വമായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു നറേറ്റീവ് വന്നത് ലീഗിനെ കൂടുതൽ ശ്രദ്ധയോടെ ഈ മന്ത്രിസഭയിൽ പ്രവർത്തിക്കാൻ കാരണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു നറേറ്റീവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും അത് ഗുണകരം അല്ല എന്നുള്ളതാണത്. അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. കാര്യം മന്ത്രിസഭ അധികാരത്തിൽ വരട്ടെ, അധികാരത്തിൽ വന്നതിന് ശേഷം അതിന്റെ നടപടികൾ എങ്ങനെയാണെന്ന് നോക്കണം, നടപടികളെ നിരീക്ഷിക്കണം, ഓരോ തീരുമാനങ്ങളെ നിരീക്ഷിക്കണം. മറിച്ച് ഇപ്പൊ തന്നെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ പരസ്യമായിട്ട് രംഗത്തിറങ്ങി. ഇപ്പം VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് ലീഗിന് അടിപ്പെട്ടാണെന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ അതിനകത്തുള്ള യുക്തി എത്രയുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളും അത് നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ കേരളത്തിലെ പ്രായഭേദമന്യേ എല്ലാവരും സതീശന് വേണ്ടി നിലകൊണ്ടു. അത് ഒരു യാഥാർത്ഥ്യമാണ്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗും അവരും ഈ സതീശന് വേണ്ടി തന്നെയാണ് ഒരു നിലപാട് സ്വീകരിച്ചത്. അതും നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുവിൽ ജനാഭിപ്രായം സതീശന് അനുകൂലമായിരുന്നു. അത് ഹൈക്കമാൻഡിന് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ മുക്കിക്കളയുന്ന രീതിയിലുള്ള ഒരു നറേറ്റീവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണോ വേണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലെ? ആ രീതിയിലല്ലേ അതിനെ കാണേണ്ടത്. സാർ, അത് പറഞ്ഞത് നമുക്ക് സമ്മതിക്കാം. സാറ് പറയുന്നത് അങ്ങനെ ആ രീതിയിൽ കാണാമെന്ന് പറയുമ്പോഴും സാർ, ഭൂരിപക്ഷ വോട്ടിനെ കരുതി ഈ കഴിഞ്ഞ സർക്കാർ CPM അവരുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇന്ന് ഇത്തരത്തിലൊരു കമന്റായൊക്കെ വരുന്നത്? അതുപോലെ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ്. സാർ, ഇതിന് വഴി മരുന്നിട്ടത് CPM അല്ലേ? വഴി മരുന്നിട്ടതല്ല അയ്യപ്പദാസ്, ബോധപൂർവം ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ നിലപാട് മാറിയതല്ലേ. അതെ, ഒരു നിലപാട് മാറ്റത്തെ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അത് വ്യക്തമായ രീതിയിൽ വ്യക്തമായ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട്, ഗൂഢമായ ഉദ്ദേശം വെച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക. അങ്ങനെ മാറ്റി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ന്യൂനപക്ഷ ഭീതി വളർത്തിയിട്ട് ഈ ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടാക്കി തങ്ങളിലേക്ക് വോട്ട് വീഴ്ത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർച്ചയായിട്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ അതെ. പോയി ഹിന്ദുവിന് പത്രസമ്മേളനം നൽകി. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതെ. അതിനുശേഷം വെള്ളാപ്പള്ളി മലപ്പുറത്ത് പോയിട്ട് മലപ്പുറം വേറെ രാജ്യമാണെന്ന് പറഞ്ഞു. അതെ. അതിനുശേഷം വെള്ളാപ്പള്ളിയെ മറ്റേ ചേർത്തലയിലെത്തി പിണറായി വിജയൻ പൊന്നാട അണിയിക്കുന്നു. അദ്ദേഹത്തിന് SNDPയിലെ 30ാം വാർഷികം പ്രമാണിച്ച്. അതിനുശേഷം ശ്രീനാരായണ ഗുരുവിനേക്കാളും വലിയ ആളാണെന്ന് പറയുന്നു. അല്ലെ സാർ? ശ്രീനാരായണ ഗുരുവിനേക്കാളും വലിയ ആളാണെന്ന് പറയുന്നു. വലിയ ആളാണെന്ന് പറയുന്നു. വെള്ളാപ്പള്ളിയുടെ നാവില് സരസ്വതിയാണെന്ന് പറയുന്നു പിണറായി വിജയൻ. സരസ്വതി വിലാസം ആണ് വെള്ളാപ്പള്ളിയുടെ നാവിനെന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ മറ്റേ ഗോവിന്ദൻ മാസ്റ്റർ ഇലക്ഷന്റെ തലേ ദിവസം ഞങ്ങള് RSSുമായിട്ട് ഒന്നിച്ചിട്ടുണ്ട് എമർജൻസി കാലത്ത് പറയുന്നു. അതിനുശേഷം AK ബാലൻ പ്രസ്ഥാനം നടത്തുന്നു. AK ബാലൻ പ്രസ്ഥാനം നടത്തിയതിന്റെ പിന്നീട് പിണറായി വിജയൻ അതിനെ ശരിവയ്ക്കുന്നു. പിന്നെ അയ്യപ്പ സംഗമം നടക്കുന്നു. അയ്യപ്പ സംഗമ സമയത്ത് പിണറായി അദ്ദേഹത്തിന്റെ കാറിൽ വരുന്നു. ഇതിനകം പിണറായി പച്ചയായിട്ട് ഈ ഒരു മുസ്ലിം വിരോധം വ്യാപിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ ഇതൊരു വ്യക്തമായ ഒരു നിലപാട് മാറ്റത്തിന്റെ ഭാഗമായിട്ട് വന്ന സാധനമാണ് ഭൂരിപക്ഷ വർഗീയതയെങ്കിൽ ഭൂരിപക്ഷ വർഗീയത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പ്രയോഗിച്ചുകൊണ്ടിരുന്നത് ന്യൂനപക്ഷ വർഗീയതയായിരുന്നു. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് ന്യൂനപക്ഷ വർഗീയത പ്രയോഗിച്ചു തന്നെയാണ്. ന്യൂനപക്ഷങ്ങളുടെ രക്ഷകരാണ് തങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഈ വർഗീയതയിട്ട് കളിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് എതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ വിധിയായിരുന്നു ഇപ്രാവശ്യം എന്നത്. കാരണം ഭൂരിപക്ഷവും ന്യൂനപക്ഷവും 2 പക്ഷവും കൂടെ ചേർന്നിട്ട് അത് കേരളത്തിന്റെ നിഷ്പക്ഷ വോട്ടുകളുടെ ഒരു വിധിയാണ്. വളരെ ശക്തം എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടാണ്. 20 ലക്ഷം വോട്ടാണ്, 19 ലക്ഷത്തിശിഷ്ട വോട്ടാണ് UDFും LDFും തമ്മിൽ. ചരിത്രത്തിൽ ആദ്യമായിട്ട് LDF 40% താഴെ വോട്ടിലേക്ക് വന്നു, 37% വന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് CPM എന്ന് പറയുന്ന ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിൽക്കുകയും അതിന്റെ മുഖമായിട്ട് നിൽക്കുകയും അതിന്റെ ത്വരക ശക്തിയായിട്ട് മാറി ഇവിടെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രസ്ഥാനം ഇത് കാണിച്ചപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അത് സഹിച്ചില്ല എന്നുള്ളതാണ്. സാംസ്കാരിക ചിത്രമായ ജനങ്ങൾക്ക് അത് സഹിച്ചില്ല. ആ ഒരു പ്രതിഷേധമാണ്. അപ്പൊ അങ്ങനെ വന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയാണ്. അപ്പൊ കേരള ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെയും കൂടെ ഉദാഹരണമാണ് ഈ വിധി. കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം കിട്ടിയതല്ല, അവരുടെ പ്രവർത്തനം മെച്ചമായിരുന്നു, സംശയമില്ല. അപ്പൊ ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെടുകയാണ് സാർ ഈ പറഞ്ഞ ഈ പോയിന്റുകളൊക്കെ ഈ ജാതി രാഷ്ട്രീയത്തെ വെറുക്കുന്ന കേരള സമൂഹത്തിന്റെ പ്രതീകമായിട്ട് വന്ന ആളാണ് ഈ പറയുന്ന VD സതീശൻ. അദ്ദേഹം അങ്ങനെ, അതായത് ജെൻസി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ സാറ് ഉൾപ്പെട്ട, ഞാൻ ഉൾപ്പെട്ട നമ്മുടെ ഈ പറയുന്ന ആ ഒരു തലമുറ മാറ്റത്തിന് ശേഷം പുതിയ കുട്ടികൾ ഇഷ്ടപ്പെട്ടത് VD സതീശനിലെ ആ ഒരു വ്യക്തിത്വമായിരുന്നു. ആ വ്യക്തിത്വം പറഞ്ഞ VD സതീശനെ ഇവർ ഹൈജാക്ക് ചെയ്യുമോ എന്ന ഒരു സംശയം ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടോ? ഹൈജാക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിന് വരും ദിവസങ്ങളിലേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം VD സതീശനും വളരെ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. VD സതീശൻ ഇന്നൊരു ചോദ്യം ചോദിച്ചു. അതായത് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു സംഗതി കേരള സമൂഹത്തിൽ ക്ഷയിച്ചു കഴിഞ്ഞാലും ഇല്ലാതായി കഴിഞ്ഞാലും ആ സ്പേസ് ആരായിരിക്കും കൈയടക്കുക? തീർച്ചയായും അത് കേട്ടായിരുന്നു. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവുണ്ടാവണം. ആ ഉത്തരവാണ് സതീശന്റെ പ്രവർത്തനത്തിലൂടെ സതീശൻ കാണിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അധികാരത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സതീശൻ പറഞ്ഞിരുന്നു, എനിക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതല്ല ഒന്നാമത്തെ വിഷയം. ഒന്നാമത്തെ വിഷയം ഇവിടുത്തെ വർഗീയ വിഷം തുപ്പുന്നവർക്കെതിരെ നിലപാട് സ്വീകരിക്കുക, തെരഞ്ഞെടുപ്പ് തോറ്റാലും പ്രശ്നമില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ സമയത്ത്, പ്രചാരണ സമയത്ത് പറയുകയുണ്ടായി. അപ്പൊ അത് വളരെ ശക്തമായൊരു നിലപാടാണ്. ആ നിലപാടിലൂടെ കിട്ടിയ ഒരു അംഗീകാരമാണ് സതീശന് കിട്ടിയത്. അതുകൊണ്ടാണ് ജനങ്ങൾ സതീശന് വേണ്ടിയിട്ട് മറുപടി കൂട്ടിയതും ഹൈക്കമാൻഡിന് അത് അംഗീകരിക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയം നമുക്കിനി അതൊരു ചർച്ചാ വിഷയമാകുന്നതിന് മുമ്പ് കേരളത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ നേരിടുന്നുണ്ട്. സാമൂഹികവും സാംസ്കാരികവും ഗാർഹികവുമായ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ നേരിടുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ശ്രദ്ധ
ചെലുത്തുകയാണ് ഇപ്പൊ വേണ്ടത്. മറ്റത് വിലയിരുത്തണം. ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് അതിനെ ഒരു ദോഷൈക ദൃക്ക് ആക്കി കളയും മനുഷ്യരെ. അതിലേക്ക് പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. സർ, അപ്പോ സാർ അത് പോണ്ട എന്ന് പറയുമ്പോഴും നമ്മൾ ഈ 5ാം മന്ത്രിസ്ഥാനം സാറിനറിയാം. സാറ് ദീർഘനാളായി ഉം. മാധ്യമപ്രവർത്തകനായി നിൽക്കുന്ന ഒരാളാണ്. സർ, ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പതനത്തിന് കാരണമായത് തങ്ങൾക്ക് 5ാം മന്ത്രിസ്ഥാനം വേണം എന്ന ഒരു 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 തിണ്ണവെടുക്ക്, അല്ലെങ്കിൽ ഞങ്ങളെയും കൂടെ കഴിവുകൊണ്ടല്ലേ നിങ്ങൾ ഭരിക്കുന്നത്, ഞങ്ങൾക്ക് 5ാം മന്ത്രിസ്ഥാനം എവിടെ എന്ന രീതിയിലുള്ള ഒരു അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റം ലീഗ് കാട്ടിയതല്ലേ അന്ന് ഈ പറയുന്ന രീതിയിൽ ആ ഗവൺമെന്റ് വീഴുന്നതിന് ഒരു കാരണമായത്? ഒരു കാരണങ്ങൾ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടാവും, പല കാരണങ്ങളുണ്ടാവും. ലീഗിന്റെ പിടിവാശി അന്ന് വളരെ ശക്തമായിരുന്നു. അതെ. അത് അസ്വീകാര്യമായ ഒരു നിലപാടാണെന്ന് ലീഗ് എടുത്തത്. പക്ഷെ അതിന് സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മീഡിയയിൽ പറയുന്നത് കേട്ടു. പണ്ട് പറഞ്ഞ കാര്യമാണ്, കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റിയ പരാജയം കൊണ്ടാണത്. ഒരു അല്ല, ആനുപാതിക നിയമം വെച്ചിട്ട് ഇത്ര മന്ത്രിമാർക്ക്, ഇത്ര MLA-മാർക്ക് ഇത്ര മന്ത്രിമാർ എന്നുള്ള ഒരു പൊതു സമീപനം വെച്ചിട്ട് അത് ഒന്നുകിൽ ആ രീതിയിൽ നിർണയിക്കുക, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഇടയ്ക്കുള്ള ഈ സൂത്രപ്പണികളും കളികളും വരുമ്പോഴാണ്, രാഷ്ട്രീയ ഈ അതിമിടുക്ക് വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതെ, അതെ, അതെ. അപ്പൊ അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പറ്റിയ ഒരു വലിയ പാളിച്ച തന്നെയാണ് ഈ 5ാം മന്ത്രി സംഭവം ഉയർന്നു വന്നതും അവസാനം ലീഗിന് കീഴടങ്ങേണ്ടി വന്നു എന്ന ഒരു പൊതുധാരണ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അത് ചില കാര്യങ്ങളുടെ പാപഭാരം നമുക്ക് വീണ്ടും പേരേണ്ടി വരും. മനസ്സിലായില്ലേ? അല്ല സാർ, അപ്പോ അപ്പോ പറയണം സാർ, പറയണം. അതെ, അതിന്റെ ഒരു സാധനമായിരിക്കും. ഇപ്പൊ 5ാം മന്ത്രിസഭ അവർക്ക് അവകാശപ്പെട്ടതാണ് 5 മന്ത്രിമാരെന്ന് പറയുമ്പോൾ അവർക്ക് അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അംഗബലം ഇന്നുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം PJ ജോസഫ് 2 മന്ത്രിമാരെ ആവശ്യപ്പെടുന്നില്ലേ? അത് നടക്കില്ലായിരിക്കും. നടക്കത്തില്ല. അല്ല, ഞാൻ പറയാണ്, അത് ആവശ്യപ്പെടുന്നതാണ്. ഉം. അപ്പോ ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ലീഗിന്. ലീഗ് പക്ഷെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലക്ഷണം നമ്മൾ കാണുന്നുണ്ട്. കാര്യം, പ്രകോപനങ്ങൾ തീരെ ഉണ്ടാകാതിരിക്കാനായിട്ട് വെള്ളാപ്പള്ളിയുടെ പ്രതികരണ എന്താ പറയുക, ഈ പറച്ചിലുകൾക്കൊന്നും തിരിച്ച് അതുപോലെ പറയാതെയൊക്കെ ഈ സംയമനം പാലിക്കുന്നതൊക്കെ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിതത്വവും പക്വതയാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അവരിലുണ്ടായ ഗുണകരമായ മാറ്റത്തെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അത് സാർ, ഞാൻ അപ്പോ പറയുന്നത് അത്തരം ഒരു വിഷയത്തിലേക്ക് അല്ല, പറയും. സാറ് പറയുന്നത് അത്തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട എന്ന് പറയുമ്പോഴും സാർ ഒന്നുകൂടെ ലീഗും സ്മരിക്കേണ്ടതല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 കൊല്ലത്തിന് ശേഷമാണ് ലീഗ് ഭരണത്തിലേക്ക് വരുന്നത്. സാർ, 10 കൊല്ലം മുമ്പുള്ള ലീഗും അന്ന് ഭരണത്തിലിരുന്ന ലീഗും ഇപ്പോൾ ഭരണത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം മാറിയിട്ടുണ്ട്. മുമ്പ് മുഖ്യധാര മാധ്യമങ്ങളായിരുന്നെങ്കിൽ ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ അത്ര കണ്ട് സജീവമല്ലേ? അപ്പോൾ സജീവമാകുന്ന ഈ അവസരത്തിൽ ആ ആ അപ്പോൾ ലീഗ് ശരിക്കും ആ ഒരു സ്റ്റെപ്പ്, ഇപ്പൊ സാറ് പറയുന്ന പോലെ സാദിഖ് അലി തങ്ങൾ ഒരു വിദ്യാഭ്യാസമുള്ള MBA-കാരനാണ്. അദ്ദേഹം വളരെ 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 നന്നായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ ഈ സമൂഹം അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു ഭാഗം നമുക്കങ്ങനെ തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അവർ 2 കൂട്ടരും ശ്രദ്ധിച്ച് നീങ്ങേണ്ടതല്ലേ? കാരണം അത്ര വളരെ സെൻസിറ്റീവ് അല്ലേ സാർ? അല്ല, അത് നമ്മളിപ്പോ അവരുടെ ഒരു തീരുമാനം അറിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിനെ അങ്ങനെ ആയിരിക്കും തീരുമാനിക്കപ്പെടുക എന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളെ സാമൂഹികമായി ബാധിച്ച ഒരു രോഗാവസ്ഥയുടെ ലക്ഷണം കൊണ്ടാണ്. സാർ അത് അല്ലെ? പറയുമ്പോൾ അത് പറഞ്ഞ ഷാജി എന്ന് പറയുന്ന ഒരു മഹാൻ മന്ത്രിസഭയിൽ അംഗമാകാൻ പോവുകയാണ് സാർ. ഷാജി എന്ന് പറഞ്ഞൊരു മഹാൻ ഞാൻ ഇതിൽ മന്ത്രിയാകാൻ പോവുകയാണ്. സാറ് പറയുന്നത് കറക്റ്റാണ്. സാറ് ഈ പറയുന്ന ജൻസി കുട്ടികൾ ചിന്തിച്ചതുപോലെ ജാതിയും മതവും, സാറും ഞാനും നമ്മളെല്ലാവരും ജാതിയില്ല, മതമില്ല, അങ്ങനെ ഒരു കുന്തവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, സാറും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ നമ്മൾ ഭരിക്കുമ്പോഴേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരാൾ മന്ത്രിയായിട്ട് വരാൻ പോവാ. അല്ല, അതൊക്കെ ഞാൻ പറയാം, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ചില പ്രശ്നങ്ങളാണ്. അത് ഞാനും അംഗീകരിക്കുന്ന സാധനം. അപ്പൊ ഷാജിയെ പോലെ ഒരാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ആ മന്ത്രിസഭയ്ക്ക് ഗുണകരമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഒരു ജനാധിപത്യ മുസ്ലിം ലീഗിലെ ആരൊക്കെ മന്ത്രിയാക്കണം എന്ന് കോൺഗ്രസിന് ഒരു പരിധിക്ക് അപ്പുറം പറയാൻ പറ്റുമോ? മുന്നണിയല്ലേ? നാളെ അല്ലേ സാർ? കെ എം ഷാജിയെ നാളെ മന്ത്രിയാക്കിയില്ല എങ്കിൽ അവര് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? ലീഗ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? ഈ പറഞ്ഞ തീവ്രവാദ സ്വഭാവമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ മുസ്ലിം സമുദായത്തിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സോഷ്യൽ
വശങ്ങൾ ഇതിന് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ അങ്ങനെ ഒരു ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കാലം മാറുകയും ചെയ്യുകയാണല്ലോ. നേരത്തെ അയ്യപ്പാസ് പറഞ്ഞ പോലെ കാലം മാറുകയും ചെയ്യുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും. ഒരാളിൽ ഒരു മോശം വശം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അയാളിൽ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു സാർ. തീവ്രവാദിയെ തീർച്ചയായിട്ടും. ഒരു തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തിയെ നമുക്ക് വേണമെങ്കിൽ ഉപദ്രവിക്കുകയും സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുകയും ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അയാളെ അതിൽ നിന്നും പിന്തിരിച്ച് നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തമുള്ള സമൂഹത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തീർച്ചയായിട്ടും. രാജീവ് ഗാന്ധി കൊലക്കേസില് അതെ. 31 കൊല്ലം ശിക്ഷ അനുഭവിച്ച പേരറിവാളൻ ഇപ്പോൾ പിന്നെ അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് ഒരു അഭിഭാഷകനായി മദ്രാസ് ഹൈക്കോടതിയിൽ സമൂഹത്തിലേക്ക് ചേർന്ന് നിന്ന് അതെ. അഭിഭാഷക വൃത്തിയിലേക്ക് വരുമ്പോൾ ആ ഒരു രംഗം കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് തോന്നുന്നത്. അതൊരു തീർച്ചയായിട്ടും. സമൂഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ കെ എം ഷാജിയെ പോലുള്ള വ്യക്തികളിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന രീതിയിൽ ജനായത്തത്തിന് ഒരു പരിധി വരെ പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ പ്രവർത്തിച്ചേ പറ്റൂ. അപ്പൊ ആ ഒരു രീതിയിലേക്ക്, കാരണം കെ എം ഷാജി അന്ന് നടത്തിയ പ്രസംഗം പോലുള്ള പ്രസംഗം ഒരു മന്ത്രി അതിനു ശേഷം നടത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം മന്ത്രിസ്ഥാനം തുടരില്ല എന്നുള്ളതും കേരളം തീർച്ചയായിട്ടും. ഉറപ്പാക്കും. അല്ല, പ്രസംഗം മാത്രമല്ല സാർ, അപ്പൊ പ്രവൃത്തിയിലും ഷാജി അത് പാലിക്കണം എന്നുള്ളത് ഷാജിക്ക് ഒരു മുൻധാരണ ഉണ്ടാവണം. അല്ല, ഞാൻ നേരത്തെ അയ്യപ്പാസ് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ കാലം മാറി. അതെ ഇപ്പൊ സാർ. അത് പങ്കാളിത്ത ജനാധിപത്യമായി മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും. ഇപ്പൊ ജനം പറയുന്നത് കേട്ടേ പറ്റൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന കെ.സി. വേണുഗോപാലിന് 46 MLA-മാര് പിന്തുണ നൽകി, സപ്പോർട്ട് നൽകി. ഈ അതെ. സപ്പോർട്ട് നൽകിയത് ആരൊക്കെയാണ് സപ്പോർട്ട് നൽകിയെന്ന് പറഞ്ഞ MLA-മാർക്ക് അവരുടെ മണ്ഡലത്തിൽ കയറാൻ വയ്യാത്തൊരവസ്ഥ വന്നു. തീർച്ചയായിട്ടും. ഇത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതെ. വോട്ട് ചെയ്ത ജനങ്ങൾ മറ്റേത് വോട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷന് മാത്രം വോട്ടേഴ്സിനെ നോക്കിയാൽ മതിയായിരുന്നു. അതെ. ഇപ്പൊ അതല്ല. അതെ. അനുനിമിഷം അവർക്ക് മണ്ഡലത്തിൽ കാല് കുത്തണമെന്നുണ്ടെങ്കിൽ വോട്ടർമാരുടെ അനുമതി വേണം എന്നുള്ള ഒരു തീർച്ചയായിട്ടും. അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജനങ്ങളുടെ ജാഗ്രതയും പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. അല്ല, ഇതാണ് എനിക്കിതിനകത്തുള്ള ഒരു വ്യക്തമായ ധാരണ ഇതാണ്. കാര്യം നമ്മളൊരു മന്ത്രിസഭ, ഒരു നല്ല മന്ത്രിസഭ വരട്ടെ, നല്ല ഭരണകൂടം വരട്ടെ. അത് ഭരണകൂടം വരുമ്പോഴാണ് എന്റെയും അയ്യപ്പാസിന്റെയും കുടുംബത്തിനും ഗുണം ഉണ്ടാവുകയുള്ളൂ. നമ്മളുടെ കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് പുറത്തു പോകണം. കുട്ടികൾക്കും മറ്റേ അവരുടെ അടുത്ത ജനറേഷനും ഇവിടെ സുഖമായി ജീവിക്കണം. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഭരണത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വോട്ട് ചെയ്യാത്തവർക്ക്, വോട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അല്ലേ? അതുപോലെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇവിടെ ആവശ്യമില്ലേ? ഒരു വർഗീയ കലഹം ഉണ്ടാകും ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അതെ, കഴിയത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കാനും സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും. അത് നമ്മൾ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കെ എം ഷാജിയെ പോലെ ഒരാള് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കും. അദ്ദേഹത്തിന്റെ നടപടികളും വാക്കും പ്രസംഗവും ഒക്കെ. അല്ലേ? അപ്പൊ അതുണ്ടാവണം. അതിലൂടെ അതിനെ നിയന്ത്രിക്കുകയും അദ്ദേഹത്തിന് മാറ്റം വരുന്നൊക്കെ രീതിയിൽ സമൂഹം അതിനെ പരിമിതപ്പെടുത്തുകയും വേണം. അതാണ് ജനായത്വം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, ഒരു സാങ്കേതികത്വം അല്ല. ആ സാങ്കേതികത്വം പരാജയപ്പെട്ടതാണ് ഇപ്പൊ കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. സതീശൻ വിജയിച്ചതും, സതീശൻ മുഖ്യമന്ത്രിയായത് സംസ്കാരത്തിന്റെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. അത് ആ ഒരു ജനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക. അതെ സാർ. അപ്പോ സാർ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു വി.ഡി. സതീശൻ വെള്ളാപ്പള്ളിയെ അല്ലെങ്കിൽ സാമുദായിക നേതാക്കളെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നോളൂ, ഞങ്ങളുടെ അടുത്തൊന്നും പഴയതുപോലെ കാണിക്കണ്ട എന്ന് പറഞ്ഞ സതീശനിൽ നമുക്ക് ഒരുപാട് വിശ്വാസം അർപ്പിക്കാം, അല്ലേ സാർ? അർപ്പിക്കണം. കാര്യം നമ്മളാണ് ശക്തര്, നേതാക്കന്മാരല്ല. കാര്യം ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് അധികാരം ഏറ്റു കഴിഞ്ഞാൽ അവരാണ് ശക്തരെന്നാണ്. അതല്ല, അത് മാറിയിട്ട് നമ്മളാണ് ശക്തര്. നമ്മുടെ ശക്തി തിരിച്ചറിയുമ്പോഴാണ് ഇവരൊക്കെ വളരെ മര്യാദയ്ക്ക് ജനസേവകരായി മാറുന്നത്. നമ്മൾ അനുവദിക്കാതെ നമ്മുടെ പുറത്ത് ആരും യജമാനരാവില്ല. അപ്പൊ നമ്മളാണ് ഇപ്പൊ യജമാനർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ആ യജമാനത്വം നമ്മൾ പുലർത്തുക എന്നുള്ളത് ഇതിനകത്ത് മാർഗമുണ്ട്. ഓക്കെ, താങ്ക് യു. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.